ഹലോ, അപ്പോൾ ഇന്ന് നമുക്കൊരു പൂ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ പൂവാണ് ഉണ്ടാക്കണം, ഒരു ചെറിയൊരു സൺഫ്ലവർ പോലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പെന്നോ പെൻസിലോ എന്തെങ്കിലും എടുത്തിട്ട് അതിൻ്റെ മേലെ നമുക്കിഷ്ടമുള്ള അത്രയും ചുറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 6 വട്ടമാണ് ചുറ്റണേ. ഇനിയിപ്പോൾ 7ഓ 8ഓ അല്ലെങ്കിൽ 5ഓ എത്ര ചുറ്റിയാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അത്രയും പെറ്റൽസ് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു 6 വട്ടം ചുറ്റിയിട്ട് അപ്പോൾ എനിക്ക് 6 പെറ്റൽസാണ് കിട്ടുക. അതിന് ശേഷം ഞാനത് ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് വീണ്ടും കെട്ടുകയാണ്. ഒന്നുകൂടി അത് സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാണ്, ഇല്ലെങ്കിൽ അത് ഊരിപ്പോരും. അപ്പോൾ അതൊന്ന് സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നമ്മൾ ഓരോ പെറ്റൽസായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ പ്രസ് ചെയ്യുമ്പോൾ ഓരോ പെറ്റൽസും ഇങ്ങനെ വേറെ വേറെ ആയിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് പെറ്റൽസിൻ്റെ രൂപത്തിൽ എത്താൻ വേണ്ടിയിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശരിക്കും ഒരു പെറ്റൽസിൻ്റെ രൂപത്തിൽ വരും. അപ്പോൾ എല്ലാം അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും വല്ല ഇത് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടി ഷേപ്പിൽ കിട്ടും. അതിന് ശേഷം നമ്മൾ ആ സ്റ്റെമ്മ് അടിയിലേക്ക് പ്രസ് ചെയ്യുക. അപ്പം കറക്റ്റ് ഒരു പൂവിൻ്റെ ഷേപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഫോൾട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ടും ഒക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഇത് തന്നെ ഒരു പൂവാണ്. ഇനിയിപ്പോൾ നമ്മൾ ഒരു സൺഫ്ലവർ പോലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ബ്ലാക്കോ ബ്രൗണോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ റെഡ് കൊണ്ടും ബ്രൗൺ കൊണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ആ സൈഡിൽ വെച്ചിട്ടുള്ളത് റെഡ് കൊണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്രൗൺ കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് ബ്രൗണ് പൈപ്പ് ക്ലീനർ എടുക്കുക. എന്നിട്ട് വട്ടത്തിൽ ഒരു സൈഡ് വട്ടത്തിലൊന്നാക്കി കൊടുത്തിട്ട് നമ്മൾ പൂവിൻ്റെ ഉള്ളിലേക്ക് പ്രസ് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ അടിയിലത്തെ 2 ആ യെല്ലോയും അതുപോലെ ബ്രൗണും സ്റ്റെമ്മ് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പൂ റെഡിയായി.